ഹായ് ഡിയേഴ്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്ക്വാഷിൻ്റെതാണ്. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ പച്ചമാങ്ങ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അത് പാഴാകാതെ കുറച്ച് സ്ക്വാഷ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വർഷം വരെ ഇത് കേടാവാതിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമുക്കിത് മിക്സിയിൽ അരച്ചൊക്കെ എടുക്കണം. അപ്പോൾ തോല് ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ കളയുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ സ്ക്വാഷ് തയ്യാറാക്കാൻ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു മാങ്ങ നല്ല പുളിയാണ്. വീട്ടിലാരെങ്കിലും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് വേഗം തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇതിൽ വേറെയും ചെറിയ പൊടിക്കൈകളൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുടിക്കുമ്പം പച്ചമാങ്ങ ജ്യൂസാണെന്നൊന്നും തോന്നില്ല കേട്ടോ. നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പച്ചമാങ്ങ അവൈലബിൾ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ മാങ്ങയൊക്കെ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. നമ്മൾ അച്ചാറിനൊന്നും കട്ട് ചെയ്യുന്ന പോലെ തീരെ ചെറുതാക്കണ്ട. കാരണം ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ ഇതുപോലെ മാങ്ങ എല്ലാം ഞാൻ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ അരിഞ്ഞെടുത്ത മാങ്ങ കഷ്ണങ്ങളെല്ലാം ഞാനിതാ ഒരു ചെറിയ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ 2 വിസിലടിച്ച് മാങ്ങ വേവിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഷുഗർ സിറപ്പ് നൂൽപ്പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഇതിലേക്ക് ക്രിസ്റ്റലൈസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് നാൾ ഈ ഒരു സ്ക്വാഷ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അല്പം നാരങ്ങ നീരോടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്കും റെഡിയാവും. അപ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. ആ ഒരു മാങ്ങ നമ്മൾ വേവിച്ച് വെച്ചില്ലേ, അതും ഈ ഒരു ഷുഗർ സിറപ്പും നന്നായിട്ട് തണുത്ത് കിട്ടണം. എന്നിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ. മാങ്ങ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ അരയ്ക്കുന്നില്ല, കാരണം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ. അപ്പോൾ അതിലേക്ക് ആ ഒരു പഞ്ചസാര ലായനിയില്ലേ, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഷുഗർ സിറപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. മാങ്ങയുടെ നാരും ചെറിയ ആ ഒരു തോലിൻ്റെ ഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗമില്ലേ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു നാരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്കിത് സൂക്ഷിക്കാം. പക്ഷേ ഞാനിതിലേക്ക് അല്പം ഫുഡ് കളറും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറാണ് ആഡ് ചെയ്തത്. നമ്മുടെ പച്ചമാങ്ങയില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെർമിറ്റഡ് ഫുഡ് കളറാണ്, നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഫുഡ് കളറ് വാങ്ങുമ്പം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങാം കേട്ടോ. തീരെ വില കുറഞ്ഞത് വാങ്ങരുത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിതെങ്ങനെയാണ് സ്ക്വാഷ് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൽ നിന്ന് 1 സ്പൂൺ സ്ക്വാഷ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ഏലക്കയും കുറച്ച് പുതിനയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഐസ് ക്യൂബ്സും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കാം.
സിമ്പിളല്ലേ? ഇങ്ങനെ ഒരു സ്ക്വാഷ് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 വർഷം വരെ ഇത് കേടുകൂടാതിരിക്കും. പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രിങ്ക് റെഡിയാക്കാൻ പറ്റും. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി പച്ചമാങ്ങ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.